നമസ്കാരം. ഞാൻ വി ടി ബൽറാം MLA ആണ്. ഗ്രൂപ്പില്ല കോൺഗ്രസ് വാട്സപ്പ് കൂട്ടായ്മയുടെ ഈ ഇന്ദിരാഗാന്ധി സർദാർ വല്ലഭായ് പട്ടേൽ അനുസ്മരണ പരിപാടികൾക്ക് എല്ലാ നന്മകളും ആശംസകളും അറിയിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സൈബർ ലോകത്ത് ഇതൊരു പുതുമയായി തന്നെ വിലയിരുത്തപ്പെടും. കാരണം വിവിധ സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്നിച്ചു ചേർന്ന് തങ്ങളുടെ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളത്, അതിന് ഒരു ലൈവ് പരിപാടിയുടെ സ്വഭാവം കൈവരിക്കാൻ സാധിക്കുക എന്നുള്ളത് അധികം നമ്മൾ കേട്ടുപരിചയിക്കുന്ന ഒരു കാര്യമല്ല. കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ ദർശനമാണ് എന്ന് ഞാനടക്കം എല്ലാവരും സ്ഥിരമായി പറയാറുള്ള കാര്യമാണ്. കാരണം കോൺഗ്രസിന് പുറത്തുള്ള ആളുകൾക്ക് പോലും പല കാരണങ്ങൾ കൊണ്ടും യോജിക്കാൻ കഴിയുന്ന ഒരു വിശാലമായ രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ പേരാണ് കോൺഗ്രസ്. ആ നിലയിൽ കോൺഗ്രസിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള ആശയവിനിമയങ്ങൾ ഈ നാട്ടിൽ ഉയർന്നു വരിക എന്ന് പറയുന്നത് അത് നമ്മുടെ ജനാധിപത്യത്തെ തന്നെ ഒരു കണക്കിൽ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടാണ് കാണാൻ സാധിക്കുക. ഇന്ന് ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മകൾ നമ്മൾ പുതുക്കുമ്പോൾ അവർ എന്തിനു വേണ്ടിയാണ് ഈ രാജ്യത്തിന്റെ മണ്ണിൽ പിടഞ്ഞു വീഴേണ്ടി വന്നത് എന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ തന്നെ ഈ നാടിന്റെ ഭാവിയെ കൂടുതൽ ദൃഢതരമാക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇന്ദിരാഗാന്ധി ഏറ്റവും ശക്തയായ ഒരു നേതാവായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവാൻ വഴിയില്ല. ഇന്നത്തെ പല ഭരണാധികാരികളും സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള 56 ഇഞ്ചിന്റെയും ഇരട്ടച്ചങ്കിന്റെയും ഒക്കെ പുറമോടികൾ എടുത്തണിഞ്ഞ് കടന്നു വരുമ്പോൾ എങ്ങനെയാണ് ഒരു ഭരണാധികാരി ഒരു രാഷ്ട്രത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ടത് എന്നുള്ളതാണ് തന്റെ പ്രവർത്തനത്തിലൂടെ ഇന്ദിരാഗാന്ധി ബോധ്യപ്പെടുത്തിയത്. എനിക്ക് തോന്നുന്നു ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ മാസ് ലീഡേഴ്സിൽ ഒരാളായിട്ടാണ് ഇന്ദിരാഗാന്ധി വിലയിരുത്തപ്പെടേണ്ടത്. അത്രത്തോളം ജനപിന്തുണ താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആർജിക്കാൻ ഒരുപക്ഷെ മഹാത്മാഗാന്ധിക്കോ ജവഹർലാൽ നെഹ്റുവിനോ മാത്രമേ ഇന്ത്യ ചരിത്രത്തിൽ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് വസ്തുത. തന്റെ അപാരമായിട്ടുള്ള ആ ജനപിന്തുണയെ, തനിക്ക് നേരെ ഉയരുന്ന വെല്ലുവിളികളെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഊർജ്ജ സ്രോതസ്സായിട്ടാണ് ഇന്ദിരാഗാന്ധി എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അവർ ഈ രാജ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നത്തെ രാഷ്ട്രീയമായ ഒരു മുഖ്യധാരയിലേക്ക് ഒരു ചർച്ചാ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ആർജവം കാണിച്ചു എന്നുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, ഇന്ത്യയിലെ പട്ടിണി പാവങ്ങളുടെ കാര്യമാണ്. ഗരീബി ഹഠാവോ എന്നുള്ളത്, പട്ടിണി അകറ്റു എന്നുള്ളത് ഒരു രാഷ്ട്രീയ മുഖ്യധാരയിലെ ചർച്ചാ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയും അത് വെറും ചർച്ചാ തലങ്ങളിൽ നിൽക്കുക മാത്രമല്ല, അതിന് സൃഷ്ടിപരമായിട്ടുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു എന്നുള്ളത് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള നേട്ടങ്ങളിലൊന്നായിട്ട് നമുക്ക് വിലയിരുത്തേണ്ടതായിട്ട് വരും. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തുടക്കം കുറിച്ച ഹരിത വിപ്ലവം, ധവള വിപ്ലവം അടക്കമുള്ള പദ്ധതികളിലൂടെ ഇന്ത്യ കാർഷിക സമൃദ്ധി കൈവരിക്കുകയും അതിനപ്പുറത്തേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് വരെ ഭക്ഷ്യധാന്യങ്ങൾ കയറ്റി അയക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്വാശ്രയത്വത്തിലേക്ക് ഇന്ത്യ വളരുകയും ചെയ്തു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോഴുള്ള അവസ്ഥ നമുക്കറിയാം. ഏതാണ്ട് 35 കോടിയോളം ഉണ്ടായിരുന്ന അന്നത്തെ ഇന്ത്യൻ ജനസംഖ്യ ഒരു നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ വിദേശങ്ങളിൽ നിന്ന് അവർ കയറ്റി അയക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ നമ്മളിലേക്ക് എത്തണമായിരുന്നു. ആ അവസ്ഥയിൽ നിന്നാണ് കാർഷിക സ്വയം പര്യാപ്തതയിലേക്കും ഭക്ഷ്യ സുരക്ഷിതത്വത്തിലേക്കും ഈ രാജ്യത്തിന് പോകാൻ സാധിച്ചത്. അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് സാമ്പത്തിക പരിഷ്കരണങ്ങളും ഇന്ദിരാഗാന്ധിയുടെ നേട്ടമായി തന്നെ നമുക്ക് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ കണ്ട ഏറ്റവും വിപ്ലവകരവും പുരോഗമനാത്മകവുമായിട്ടുള്ള ഒരു ഭരണ നടപടിയായിട്ടാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി 1969 നടപ്പാക്കിയ ബാങ്ക് ദേശസാൽക്കരണത്തെ നമ്മൾ എല്ലാവരും വിലയിരുത്തുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അന്ന് ആ ബാങ്ക് ദേശസാൽക്കരണം നടത്തിയത് കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ലോകത്ത് സമീപകാലത്ത് ബാങ്കിംഗ് രംഗത്ത് വലിയ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോഴും അമേരിക്കയിലും മറ്റ് ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളിലും വൻതോതിൽ ബാങ്കുകൾ തകർച്ചയെ അഭിമുഖീകരിക്കുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരുന്ന സാഹചര്യത്തിലും ഇന്ത്യൻ ബാങ്കുകൾ അതിശക്തമായി നിലനിന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഗ്രാമീണ മേഖലയിലായിരിക്കണം ബാങ്കുകളുടെ മുൻഗണന. കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും വായ്പകൾ അനുവദിക്കുന്ന തരത്തിലേക്ക് ബാങ്കുകളുടെ പ്രവർത്തന രീതി മാറണം എന്ന് പറയുന്ന ഒരു നിഷ്കർഷ കടന്നു വന്നതും നമ്മുടെ ഗ്രാമീണ മേഖലയിൽ കൂടുതൽ ബ്രാഞ്ചുകൾ ആരംഭിച്ച് ബാങ്കിംഗ് രംഗം അവിടങ്ങളിലേക്ക്, സാധാരണക്കാരുടെ ഗൃഹ കവാടങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയതും ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ നേട്ടമായി തന്നെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്.
പഴയകാല രാജകുടുംബാംഗങ്ങൾക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് നൽകിയിരുന്ന ഒരു നീതീകരണവുമില്ലാത്ത പ്രിവി പേഴ്സ് അടക്കമുള്ള ധൂർത്തുകൾ അവസാനിപ്പിച്ചു എന്നുള്ളതും ഒരു ജനാധിപത്യവാദി എന്നുള്ള നിലയിൽ, ആധുനികതയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഫ്യൂഡൽ മനോഭാവങ്ങൾ വെടിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ദിരാഗാന്ധിയുടെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിനെ തന്നെയാണ്, പുരോഗമനപരമായിട്ടുള്ള കാഴ്ചപ്പാടിനെ തന്നെയാണ് വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. ഇന്ന് അതിൽ നിന്നുള്ള ചില പിന്മടക്കങ്ങൾ കേരളത്തിലടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമായി തന്നെ സാന്ദർഭികമായിട്ട് ഞാൻ പറയുകയും ചെയ്യുകയാണ്. കാരണം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് സാമൂതിരിമാർക്ക് പ്രത്യേകമായിട്ടുള്ള പെൻഷൻ കൊടുക്കാനുള്ള തീരുമാനം എടുത്തതടക്കം ഈ പ്രിവി പേഴ്സിന്റെ ആശയ തലത്തിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി ഒരു പരിധി വരെ തിരിഞ്ഞു നടക്കുന്നതായിട്ടുള്ള പഴയ ഫ്യൂഡൽ മൂല്യങ്ങളെ തിരികെ പിടിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഞാൻ വിലയിരുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോഴും ഇന്ദിരാഗാന്ധി എല്ലാം തികഞ്ഞ വ്യക്തിയോ ഭരണാധികാരിയോ ആയിരുന്നു എന്ന് നമുക്ക് അങ്ങനെ ഏകപക്ഷീയമായിട്ട് പറയാനും സാധിക്കില്ല. ചരിത്രപരമായിട്ടുള്ള സത്യസന്ധത ഇല്ലായ്മയുടെ ഉദാഹരണമായി തന്നെ അതിനെ കാണേണ്ടതായിട്ട് വരും. ഇന്ദിരാഗാന്ധിക്ക് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. വ്യക്തി എന്ന നിലയിലുള്ള അവരുടെ ഒറ്റപ്പെടലുകളും അത് അവരിൽ ഏൽപ്പിച്ച മാനസിക സംഘർഷങ്ങളും ഒക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനപ്പുറത്ത് ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഒരിക്കലും സംഭവിച്ചു കൂടാൻ പാടില്ലാത്ത ഒരു വീഴ്ച തന്നെയായിട്ടാണ് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യ, പ്രത്യേകിച്ചും ഇന്ദിരയുടെ തന്നെ പിതാവ് ജവഹർലാൽ നെഹ്റു പടുത്തുയർത്തിയ അതിഭദ്രമായിട്ടുള്ള ജനാധിപത്യ അടിത്തറ, ആ അടിത്തറയ്ക്ക് അടിയന്തരാവസ്ഥ പോറലേൽപ്പിച്ചു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെയാണ് അതേ അടിയന്തരാവസ്ഥ പിൻവലിക്കാനുള്ള ആർജവം കാണിക്കാനും ആ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനാധിപത്യത്തിന്റെ ഒരു പുതുയുഗം ഇവിടെ ഉണ്ടാകാനും സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പുകൾ നടത്താനും ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ ഒട്ടും മടി കൂടാതെ അധികാര കൈമാറ്റത്തിന് തയ്യാറായതും ഒരുപക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് മാത്രം സംഭവിക്കുന്ന ഒരു അപൂർവതയായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇന്ത്യയോടൊപ്പം സമാനമായ സാഹചര്യങ്ങളിൽ സ്വാതന്ത്ര്യം നേടിയ മറ്റൊരുപാട് രാജ്യങ്ങളിൽ പല അവസരങ്ങളിൽ അടിയന്തരാവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടങ്ങളിലൊന്നും ആ അടിയന്തരാവസ്ഥ അത്ര പെട്ടെന്ന് അവസാനിച്ചിട്ടില്ല. അവിടുത്തെ ഭരണാധികാരികൾ ആ അടിയന്തരാവസ്ഥയെ ശാശ്വതമായി നിലനിർത്താനാണ് ആഗ്രഹിച്ചത് എന്ന് നമുക്കറിയാം. ഏതെങ്കിലും കാരണത്താൽ അങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തി അധികാരം പോകുന്ന സാഹചര്യത്തിൽ ആ അധികാര കൈമാറ്റം ലോകത്തിലെ പല രാജ്യങ്ങളും രക്തരൂഷിതമായിട്ടുള്ള തെരുവ് യുദ്ധങ്ങളിലേക്കും കലാപങ്ങളിലേക്കും നയിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അവിടെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഭരണാധികാരി അവർ എന്നും ഇന്ത്യയിലെ ജനങ്ങളെ സ്നേഹിച്ചതുപോലെ അടിയന്തരാവസ്ഥ തന്നെ ഏർപ്പെടുത്തിയത് ഉദ്ദേശശുദ്ധിയോടുകൂടിയായിരുന്നു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടതായിട്ട് വരും. ഭരണഘടന നൽകുന്ന അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അടിയന്തരാവസ്ഥ അവർ ഏർപ്പെടുത്തിയത്. പക്ഷെ പിൽക്കാലങ്ങളിൽ അവരുടെ തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ അത് പിൻവലിക്കാൻ തയ്യാറായി, അതിന് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറായി. ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ അധികാരം കൈമാറി പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം, ജനങ്ങൾ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായി എന്നുള്ളത് കൊണ്ടാണ് ഒരു തരം ശാപവിമുക്തി നേടി ഇന്ത്യയിലെ ജനങ്ങൾ അവരെ വീണ്ടും 3-2 ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്റെ വാക്കുകൾ കൂടുതൽ ദീർഘമായി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. തുടക്കത്തിലെ സൂചിപ്പിച്ചതുപോലെ ഇന്ദിരാഗാന്ധി ഇല്ലാതാവുന്ന ഇന്നത്തെ ഇന്ത്യയിലാണ് അവരെ പോലുള്ള ഒരു ഭരണാധികാരിയുടെ വില യഥാർത്ഥത്തിൽ നമ്മൾ കൂടുതൽ തിരിച്ചറിയുന്നത്. അവരുടെ മൂല്യം മഹത്തരമാണ് എന്ന് സ്വയം നമുക്ക് ബോധ്യമുണ്ടാവുന്നത്. കാരണം ഇന്ന് മതത്തിന്റെ പേരിൽ ഈ രാജ്യം വലിയ രീതിയിലുള്ള ഒരു ഭിന്നതയിലേക്ക് നീങ്ങുകയാണ്. മറ്റ് എന്തൊക്കെ പറഞ്ഞിരുന്നാലും രാജ്യത്തിന്റെ ഏറ്റവും സമുന്നത പദവികളിലിരിക്കുന്ന, പ്രധാനമന്ത്രിയാകുന്ന, പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഒരു മതത്തിന്റെ ഐഡന്റിറ്റി ഉണ്ടാവുന്നത് ഈ സമീപകാലത്താണ്. അതിനു മുമ്പ് അത്തരം ഉയർന്ന ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന ആളുകളൊക്കെ രാജ്യത്തിന്റെ പൊതുസ്വത്തായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. ആ തലത്തിൽ കാണാൻ വേണ്ടി കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമുക്ക് ഇന്ന് അറിയാം, ഇന്നത്തെ ഭരണാധികാരികൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബഹുസ്വരതയെ പ്രതിനിധീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ അതിനെ തച്ചു തകർക്കാൻ വേണ്ടി ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ഇവിടെയാണ് ഇന്ദിരാഗാന്ധിയെ പോലുള്ള ഒരു നേതാവ് വ്യത്യസ്തയാവുന്നത്. അവരുടെ മരണം പോലും ഒരു തരത്തിൽ പറഞ്ഞാൽ അവർക്ക് ഈ രാജ്യത്തിന്റെ മതേതര പാരമ്പര്യത്തോടുള്ള കമ്മിറ്റ്മെന്റിന്റെ സൂചനയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം പഞ്ചാബിലെ സിഖ് സമുദായങ്ങൾക്കിടയിൽ ഇന്ദിരാഗാന്ധിക്ക് എതിരായിട്ടുള്ള വലിയ വികാരം നിലനിൽക്കുന്നു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് വരെ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ അംഗരക്ഷക സേനയിൽ നിന്ന് സിഖ് സമുദായ അംഗങ്ങളെ മാറ്റി നിർത്തണം എന്നുള്ള റിപ്പോർട്ടും അവരുടെ മുമ്പിൽ വന്നപ്പോൾ അതിനെ തിരസ്കരിച്ചുകൊണ്ട് അങ്ങനെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഞാൻ
എൻ്റെ നാട്ടിലെ ഏതെങ്കിലും ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ ഒന്നടങ്കം അവിശ്വസിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഈ രാജ്യത്തെ മുഴുവനായി പ്രതിനിധീകരിക്കാനുള്ള ധാർമ്മിക അവകാശം എനിക്ക് നഷ്ടപ്പെടും എന്ന് കൃത്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് സത്വന്ത് സിംഗിനെയും ബിയാൻ സിംഗിനെയും അടക്കമുള്ള സിഖ് സമുദായ അംഗങ്ങളെ തൻ്റെ അംഗരക്ഷക സേനയിൽ നിലനിർത്താൻ വേണ്ടി ഇന്ദിരാഗാന്ധി തീരുമാനിക്കുന്നത്. ആ തീരുമാനം തെറ്റായിപ്പോയി എന്നത് പിൽക്കാലത്ത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ എങ്കിൽ പോലും തൻ്റെ മരണത്തിന് പോലും തൻ്റെ മതേതര പ്രതിബദ്ധതയെ സ്ഥിരപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇന്ദിരാഗാന്ധി പറഞ്ഞു വെച്ചത് സ്വന്തം ജീവിതം കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധിയെ പോലുള്ള ഒരു വലിയ നേതാവിൻ്റെ ഓർമ്മകൾ ഓരോ ഇന്ത്യക്കാരനും ഒരു വലിയ പ്രചോദനമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാജ്യത്തിന് വേണ്ടി പോരാടി രാജ്യത്തിന് വേണ്ടി പൊരുതി മരിച്ച ആ ധീര രക്തസാക്ഷിയുടെ ഓർമ്മകൾ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും മാത്രമല്ല ഓരോ ഇന്ത്യക്കാരനും മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ ഊർജ്ജസ്രോതസ്സായി ഇനിയും എത്രയോ കാലം നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ച വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ജയ് ഹിന്ദ്. ഞാൻ എൻ്റെ